ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ ചൂട് കൂടി പോവരുത്, ചെറിയ നേരിയൊരു ചൂട് മാത്രം മതി കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും പകുതി ഭാഗം എടുത്തിട്ട് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ ബോൾസ് ആക്കി എടുത്താലും മതി. അപ്പോൾ നമ്മൾ ആദ്യം പകുതി ഭാഗം മാത്രമാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ബാക്കി പകുതിയും കൂടെ ഇതുപോലെ റോൾ ചെയ്തെടുത്ത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ കംപ്ലീറ്റ് ഞാൻ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ, ബോൾസ് ആക്കി എടുത്താൽ മതി. ഇനി ഇതിനൊരു 15-20 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. കാരണം നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ അവിടെ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തത് ഇതുപോലെ ഒന്ന് ആദ്യം റൗണ്ടായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം. ഇനി ഇതിന് മുകളിൽ മുഴുവനായിട്ടും എല്ലാ ഭാഗത്തെത്തുന്ന രീതിയിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്ത് അതിന് മുകളിലായിട്ട് വീണ്ടും കുറച്ച് മൈദ തൂക്കി കൊടുക്കാം. ഇനി ഇതുപോലെ ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൂൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പകുതി ഭാഗത്തിലധികം നമുക്കിതുപോലെ ഒന്ന് ഒരു വരയിട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം രീതിയിൽ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഫുള്ളായിട്ട് ഞാനിതിപ്പോൾ അവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ പൊടി ഇട്ടിട്ട് നമുക്കിതിനെ പരത്തിയെടുക്കാം. ഇനി ഇതിന് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെ ആയിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ ആ ഒരു ലെവലിലാണ് കിട്ടേണ്ടത്. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നേരെ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഏകദേശം ഒന്നും ചെറുതായിട്ട് ബബിൾസ് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ തന്നെ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്ത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡും ഇതേ ഒരു രീതിയിൽ തന്നെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്ത് വീണ്ടും മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് പൊങ്ങി വരും. അങ്ങനെ രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ പാനിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയറോട് കൂടിയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു പൊറോട്ടയുടെ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെ ഒക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെയാണ്, സെറ്റ് അല്ലേ?